ഇന്ന് രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി വൈകിപ്പോയി. നല്ല തണുപ്പല്ലേ, മൂടി പുതച്ചങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. പണ്ട് പോലെ ഈ കിണറിലെ വെള്ളം കുടിച്ച് ശീലിച്ച കാരണം പൈപ്പിലെ വെള്ളമൊന്നും എടുക്കലേ ഇല്ല. എന്തായാലും നല്ല മഴ വന്നുണ്ട്. മിറ്റം അടിച്ചിട്ടാണ് അകത്തേക്ക് കയറാം. മിറ്റടിച്ചതിൻ്റെ വേസ്റ്റ് ആ വാഴയുടെ വീട്ടിലേക്ക് ഇടാന്ന് വിചാരിച്ചാൽ മൂലക്കിലേക്ക് ചെല്ലുമ്പോൾ അറിയാതെ മുകളിലേക്ക് നോക്കിപ്പോയതാണ്. അപ്പോഴാണ് കാണുന്നത് 3-4 കുമ്പളങ്ങ നിൽക്കണു. അത് നിങ്ങൾക്ക് തന്നെ ഒന്നും വേണ്ടേ, നിങ്ങൾ എന്നെ പറിക്കലില്ലെന്ന് ചോദിക്കണ പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ മഴ കാരണം കൊണ്ട് അങ്ങോട്ടൊന്നും നോക്കാറേ ഇല്ല കേട്ടോ. 2 ദിവസം മുമ്പാണ് അത് കണ്ടത്, കുമ്പളങ്ങ ഉണ്ടായേക്കണത്. ഞാനതുമ്പോൾ ഉണ്ടാവില്ല, ആ തൈ പറിച്ച് കളയാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പറിച്ച് കളയാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നുമല്ല, ഒരു ചെറിയ കുടംപുളി മരം ഉണ്ടായിരുന്നു, അത് കായ്ക്കാറായിട്ട് നിൽക്കായിരുന്നേ. അപ്പോൾ അതുമലേക്കാണ് ഇദ്ദേഹം കയറി പടർന്ന് പിടിച്ചേക്കണത്. എന്തായാലും കുമ്പളങ്ങ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. 3-4 എണ്ണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ വേഗം താഴെ ഒന്നും പറിക്കാനും പറ്റില്ല കേട്ടോ, പൊക്കത്തിലാണല്ലോ അത് നിൽക്കണത്. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു കോണി ഉണ്ടെങ്കിലേ നമുക്കത് പറിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കോണിയുള്ള കാരണം വേഗം അത് എടുത്തുകൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മുകളിൽ കയറി പറിച്ചു കേട്ടോ. വലിയ വലിപ്പം വയ്ക്കണതൊന്നുമല്ല, എന്നാൽ നല്ല മൂത്തതുമായിരുന്നു കേട്ടോ. ഇനി നിൽക്കണ്ട 2-3 എണ്ണം കൂടി, അത് പിന്നെ പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുറേ പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ, അതും പറിച്ചു. അപ്പോൾ ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ കിട്ടിയ കുമ്പളങ്ങയും 5-6 പച്ചമുളകും കിട്ടിയതും കൊണ്ട് സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറിയിട്ടോ. അകത്തേക്ക് കയറിയില്ല, കയറാറായപ്പോഴാണ് ഓർത്തത് കറിവേപ്പിലയും വേണമല്ലോ, ഇനി അതിനു വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ കറിവേപ്പിൻ്റെ തൈ ഉണ്ട് കേട്ടോ, അതിൽ നിന്ന് ഒരു ചെറിയ ഇല എടുത്തു. വലിയ മരം അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് ഒടിക്കാൻ പാടാണ്, ഭയങ്കര വലിപ്പം വെച്ചേക്കാണ്, പൊക്കം വെച്ചങ്ങോട്ട് പോയേക്കാണ്. അത് ഇടയ്ക്ക് ഒടിച്ച് എല്ലാവർക്കും കൊടുക്കും, അയൽവക്കത്തുകാർക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും കൊണ്ട് അകത്തേക്ക് കയറി കൂട്ടാൻ വയ്ക്കാനുള്ള ഒരുക്കത്തിലേക്കാണ്. അങ്ങനെ കഷ്ണം അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതേ മീൻകാരൻ്റെ ഒച്ചേക്കും. എന്നാൽ ഇത്തിരി മീൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി കൊഴുവേ മേടിച്ചു കേട്ടോ. എന്ന് മീൻ മേടിച്ചാലും ഞാൻ പുറത്ത് മുറ്റത്തിരുന്നാണ് അത് ക്ലീൻ ചെയ്യാറ്. ഞാനത് അകത്ത് സിങ്കിലൊന്നും ഇരുന്ന് ക്ലീൻ ചെയ്യുകയില്ല കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലൊന്നും പിന്നെ പോവില്ല എന്ന് എനിക്ക് തോന്നലാണ്. മീൻ വെട്ടണ കണ്ടപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ചെറിയ കൊഴുവയൊക്കെ ഹോട്ടലുകാർ ചെയ്യണ പോലെ ചെയ്താൽ മതി, കല്ലുപ്പിട്ട് ഉരച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി, തലയൊന്നും കളയണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല, ഞാൻ തലയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെയാണ് എടുത്തത്. കൊഴുവ മീൻ മേടിച്ചേക്കണത് വറക്കാനാണ്. മോരിന് നല്ല പുളിയുള്ള മോരാണ്, അപ്പോൾ ഒരു ചെറിയ പഴവും കൂടി ഇട്ട് നമ്മുടെ മോരൊഴിച്ചുട്ടാനൊന്നും മധുരിപ്പിക്കാനുള്ളൊരു പ്ലാനിലാണ്. ഞാൻ മോരിയറിക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കാറില്ല കേട്ടോ, മോരിയിൽ നിന്ന് തന്നെ കുറച്ച് ഒഴിച്ചിട്ടാണ് അരയ്ക്കാറ്. അപ്പോൾ ഇന്ന് ഉച്ചലത്തെ ഊണിനുള്ള പരിപാടി കഴിഞ്ഞു. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ ഊണ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഈ കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സി യു.